നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഈ മാലിന്യ സംസ്കരണം നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അടുക്കള മാലിന്യത്തെ സംസ്കരിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ്. ഈ സംവിധാനത്തിന്റെ പേരാണ് വെർമി കമ്പോസ്റ്റ് യൂണിറ്റ്. സാമഗ്രികൾ: ഒരു കണ്ടെയ്നർ, ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ട ഐസേനിയ മണ്ണിരകൾ, അടുക്കള മാലിന്യങ്ങൾ, കരിയില, ചാണകം. മണ്ണിര ബെഡ് ഉണ്ടാക്കുന്ന വിധം: ആദ്യം അതിലേക്ക് ചകിരിത്തുപ്പ്, അതിനു മുകളിലേക്ക് കരിയില, ചാണകം, അതിനു മുകളിലേക്ക് വീണ്ടും കരിയില, അതിനു മുകളിലേക്ക് അടുക്കളയിലെ വ്യത്യസ്ത തരം മാലിന്യങ്ങൾ. ഇതിൽ ഈർപ്പം നിലനിർത്തണം, കാരണം മണ്ണിരകൾ ഈർപ്പമുള്ള സാഹചര്യത്തിലേ ജീവിക്കൂ. ഇതിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ: പാകം ചെയ്ത ഭക്ഷണം, ആസിഡിന്റെ അംശമുള്ള വസ്തുക്കൾ. ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചാൽ മണ്ണിരയ്ക്ക് ദോഷകരമാണ്. നല്ല വായു സഞ്ചാരമുള്ള ഒരു കണ്ടെയ്നറാണിത്. ഇതിലേക്ക് പച്ചക്കറിയുടെ തൊലികൾ, പഴത്തിന്റെ തൊലികൾ, മുട്ടത്തോട്, കരിയില എന്നിങ്ങനെ വ്യത്യസ്ത തരം അടുക്കള മാലിന്യങ്ങളെ ചേർക്കാം. അതിലേക്ക് ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ട ഐസേനിയൻ മണ്ണിരകളെയും ചേർക്കാം. ഈ കണ്ടെയ്നർ തുണിയോ മറ്റു വായു സഞ്ചാരമുള്ള വസ്തുക്കൾ കൊണ്ട് അടച്ചു വെക്കുക. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ട മണ്ണിരകളെ അടുക്കള മാലിന്യങ്ങളെ വിഘടിപ്പിച്ച് ചെടികൾക്കും മറ്റും ആവശ്യമായ കമ്പോസ്റ്റ് ആക്കി മാറും. 2 ആഴ്ചകൾക്ക് ശേഷം ഈ കമ്പോസ്റ്റിൽ വെള്ളമൊഴിച്ചാൽ നമുക്ക് വെർമി വാഷ് കിട്ടും. ഈ വെർമി വാഷ് നിർവീകരിച്ച് നമുക്ക് ജൈവവളവും പെസ്റ്റിസൈഡുകളുമായും ഉപയോഗിക്കാം. ഇത്തരം വെർമി വാഷ് പച്ചക്കറികൾക്കും മറ്റു സസ്യങ്ങൾക്കും നേർപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. രാസവളങ്ങൾക്ക് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തരം ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മൾ എല്ലാവരും ഇത്തരം മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം.